എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം. അപ്പം ഒരുവിധം കാവേരി രാജശ്രീയെ കാര്യങ്ങളെല്ലാം പറഞ്ഞൊന്ന് ബോധ്യപ്പെടുത്തിയിട്ട് തലവേദനയാണെന്ന് പറഞ്ഞ് ലീവ് എടുത്ത് അവിടുന്ന് പോരുന്നുണ്ട്. പോന്നു കഴിയുമ്പം വണ്ടി കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതേക്ക് ഓടി വരും നിവിനെടുത്ത്. എന്നിട്ട് ചോദിക്കും, അയ്യോ തലവേദനയല്ലേ, ഞാൻ കൊണ്ടുവിടാം, പോകുന്ന വഴിക്ക് തലകർക്കം വല്ലതും ഉണ്ടായാലോ എന്ന് ചോദിക്കുമ്പോൾ, ഇത് ബൈക്ക് ഓടിക്കുമ്പം വരുന്ന തലകർക്കം അല്ല എന്ന് പറഞ്ഞ് കാവേരി അവിടെ നിന്ന് പോരുന്നുണ്ട്. കാവേരി പോരുന്നത് നോക്കി നിൽപ്പുണ്ട് കേട്ടോ നിവിൻ. ഈ സമയം വീട്ടിൽ യമുന ആകെ ടെൻഷനിലാട്ടോ. ഗസ്റ്റ് വന്നു, അവരെ ഏതൊക്കെ രീതിയിലാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ആ ടെൻഷനിൽ നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് കാവേരി വരുന്നത്. കാവേരി കാണുന്നത് ചെറിയൊരു ആശ്വാസം, സമാധാനമായി. അന്നേരം ഗസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറയും. അന്നേരം നീ പേടിക്കുകയൊന്നും വേണ്ട, നമുക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം, ഇങ്ങനെയല്ലേ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടേ, എങ്കിലല്ലേ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് യമുനയ്ക്ക് ഇത്തിരി ഊർജ്ജമൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് അവർ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നു. നല്ല രീതിയിൽ നല്ല ഫുഡൊക്കെ കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ വരെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നടന്നു എന്ന് പറഞ്ഞ് ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ് ഗംഗയും കാവേരിയും. അപ്പോഴാണ് വിനീത് വരുന്നത്. അന്നേരം വിനീത് ചോദിക്കും, എങ്ങനെയുണ്ട് ഗസ്റ്റിനെ കൊണ്ടുവന്നിട്ട്, കാര്യങ്ങളൊക്കെ സെറ്റായോ എന്ന് ചോദിക്കുമ്പോൾ, ഒരു പ്രശ്നമില്ല, ഇതുവരെയെല്ലാം സെറ്റായി എന്ന് പറയും. അവരെങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതെങ്കിൽ അങ്ങോട്ട് യമുന ഓടി വരും. എന്നിട്ട് ചേച്ചി ആകെ പ്രശ്നമായി, ക്യാമ്പ് ഫയറും പാട്ടും ഒക്കെ വേണം, അതെപ്പോഴാണ് തുടങ്ങുന്നതെന്ന് ഗസ്റ്റ് ചോദിച്ചു എന്ന് പറയും. അന്നേരം ഗംഗ പറയുന്നുണ്ട്, നമ്മുടെ പരിസ്ഥിതി നമ്മൾ അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ലായിരുന്നല്ലോ, പിന്നെ എന്താ അവർ അങ്ങനെ ചോദിക്കുന്നത് എന്ന് ചോദിക്കുമ്പം കാവേരി പറയുവാണ്, അതെ എൻ്റെ തള്ളിൻ്റെ കൂടെ ഇടയ്ക്ക് അങ്ങനെ ഒരു കാര്യം കയറി വന്നായിരുന്നു എന്ന്. അന്നേരം യമുന ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി ഇത്, സൂക്ഷിച്ചും കണ്ടുമൊക്കെ പറയണ്ടേ, ഇനിയിപ്പം നമ്മൾ അവരോട് എന്താ പറയുന്നത്, ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അവർ പൈസ കുറയ്ക്കുകയല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. അന്നേരം വിനീത് പറയും, ക്യാമ്പ് ഫയർ ഇല്ലെന്ന് ആരാ പറഞ്ഞ്, നമുക്കത് സെറ്റ് ചെയ്യാം എന്ന് പറയുമ്പം, തീ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല കേട്ടോ വിനീതേട്ടാ എന്ന് കാവേരി പറയുമ്പം, അതൊക്കെ നമുക്ക് സെറ്റാക്കാം, ആദ്യം പോയി അവരോട് ക്യാമ്പ് ഫയർ ഉണ്ടെന്ന് പറയാമെന്ന് യമുനയോട് പറയും. എന്നിട്ട് യമുനയെ പറഞ്ഞു വിടും. അത് കഴിഞ്ഞ് തീപ്പെട്ടി ഒക്കെ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞ് കാവേരിയെ പറഞ്ഞു വിടുന്നുണ്ട്. അത് കഴിഞ്ഞ് വിറക് എടുത്തുകൊണ്ട് വരാൻ പറയുവാണ് ഗംഗയോട്. അന്നേരം അമ്മ അത് കത്തിക്കാൻ വേണ്ടി വെച്ചേക്കുന്ന എന്നെ വഴക്ക് പറയുമെന്ന് പറയുമ്പം, നമുക്ക് ഹോം സ്റ്റേ ആണോ അതോ ഇപ്പോൾ അടുപ്പിൽ വിറക് കത്തിക്കലാണോ പ്രധാനം, ഒന്ന് ആലോചിച്ച് എന്നിങ്ങനെ പറയുക. എന്നാൽ ശരിയെന്ന് പറഞ്ഞ് വിറകൊക്കെ എടുത്തുകൊണ്ട് വരുന്നു. ഒരു ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്ത് പാട്ട് പാടാൻ നിൽക്കുവാണേ. അന്നേരം വിനീതിനോട് പാട്ട് പാടാൻ പറയും. വിനീതിന് മടിയാ, ഞാൻ ചെയ്യില്ല എന്ന് പറയുവാണ്. യമുനയും കാവേരിയും ഇടം വലം നിന്ന് നിർബന്ധിക്കുന്നുണ്ട് ആശാൻ, എന്നിട്ടും ചെയ്യില്ല, എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് തന്നെ പറയുന്നു. അന്നേരം കാവേരി ഗംഗയെ തട്ടുന്നുണ്ട്, ചേച്ചി ഒന്ന് പറയാമെന്ന് പറഞ്ഞ്. ഞാൻ പറയില്ല എന്ന് പറഞ്ഞ് നിൽക്കുവാണ് ഗംഗ. ലാസ്റ്റ് ഞാൻ പോവുക എന്ന് പറഞ്ഞ് വിനീത് പോകാൻ തുടങ്ങുന്നതേക്കും ഗംഗ പുറകിൽ നിന്ന് വിളിക്കും, വിനീതേട്ടാ ഒരു പാട്ട് പാടാവോ എന്ന് ചോദിക്കുവാണ്. പിന്നെ ഗംഗ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മാറ്റമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ പാടാം, പക്ഷേ എൻ്റെ കൂടെ ഗംഗയും കൂടി പാടണമെന്ന് പറയും. അത് ഉറപ്പായിട്ടും പാടുമെന്ന് പറഞ്ഞ് കാവേരി ഗംഗയും കൂടെ വിനീതിൻ്റെ കൂടെ പിടിച്ചു നിർത്തുന്നു. അങ്ങനെ അവർ പാട്ടൊക്കെ പാടുന്നുണ്ട്. ക്യാമ്പ് ഫയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഭയങ്കര സന്തോഷത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് ജയബാലൻ അങ്ങോട്ട് വരുന്നത്. അങ്ങനെ താഴെ വന്ന് വണ്ടി നിർത്തിയിട്ട് ഇത് കാണുമ്പോൾ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. കുറച്ച് നേരം നോക്കി നിന്നിട്ട് അത് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇത് കാണുന്ന കാവേരിക്ക് ദേഷ്യം വരും. കാവേരി യമുനയോട് പറയുന്നുണ്ട്, നീ താഴെ പോയി പറയാനുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് തുറന്ന് പറഞ്ഞേരെ, ഞാൻ വന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം കൈവിട്ടു പോകും, അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറയും. എന്തായാലും യമുന താഴെ ചെന്ന് ജയപാലനോട് കാര്യങ്ങൾ പറയുമ്പോൾ ജയപാലന് ഇഷ്ടപ്പെടുകയില്ല. ഇതെന്നത് ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പം, അത് നമ്മുടെ വീട്ടിൽ വന്ന ഒരു ഗസ്റ്റാണ് എന്ന് പറയും. അന്നേരം ഞാനറിയാത്ത ഏത് ഗസ്റ്റാണ് ഇവിടെ ഉള്ളത്, അരവിന്ദൻ്റെ വീട്ടിലുള്ളത്, എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പം, ഞങ്ങളൊരു ചെറിയ ഹോം സ്റ്റേ തുടങ്ങിയെന്നും അവിടെ വന്ന ആദ്യത്തെ ഗസ്റ്റാണെന്നൊക്കെ പറയുന്നു. അത് കേൾക്കുന്നത് ജയപാലൻ അത് ഇഷ്ടപ്പെടുന്നില്ല. ആഹാ, എന്നോട് ചോദിക്കാതെ നിങ്ങൾ ഇത് തുടങ്ങിയോ, നിങ്ങളുടെ അച്ഛൻ മരിച്ചിട്ട് 2 മാസമേ ആയുള്ളൂ, അപ്പോഴേ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുമ്പം, വേറെ നിവൃത്തിയില്ല അങ്ങളെ, ജീവിക്കണ്ടേന്ന് ചോദിക്കുമ്പം, ജീവിക്കണം എന്ന് കരുതി ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടോ, എന്നോടൊരു വാക്ക് ചോദിക്കായിരുന്നല്ലോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ പൈസ തരില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പം യമുന പറയുന്നുണ്ട്, അങ്ങനെ എപ്പോഴും ചോദിക്കാൻ പറ്റുമോ, ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങളും സമ്പാദിക്കണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പം, അയക്കോ, എന്ത് വേണേലും അയക്കോ, കണ്ടവരെല്ലാം വിളിച്ച് വീട്ടിൽ കയറ്റി, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ സഹായിക്കാൻ ഓടി വരാൻ ആൾക്കാർ കാണിയില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ചൊരു ചെറിയ ഭീഷണിയുടെ രീതിയിൽ സംസാരിച്ചിട്ടൊക്കെ അങ്ങ് ജയബാലൻ പോകുന്നു. അങ്ങനെ ക്യാമ്പ് ഫയർ ഒക്കെ തീർന്നേ. ജയബാലൻ ഇവിടുന്ന് പോയ സ്ഥിതിക്ക് ഏതായാലും പാര വെക്കണമല്ലോ. ഈ സമയം അവിടെ വിനീതും അമ്മയും കൂടെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അന്നേരം, നാളെ അവൾ വരുമോടാ കാവേരി എന്ന് ചോദിക്കുമ്പം, വരും, ഉറപ്പായിട്ടും വരും, തലവേദനയൊക്കെ മാറിയെന്നാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഇങ്ങനെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കുവേ. അന്നേരമാണ് വിനീതിന് അയ്യോ അമ്മളെ പറ്റിയല്ലോ എന്ന് മനസ്സിലായത്. അന്നേരം, നീ എങ്ങനെ ഇതൊക്കെ മനസ്സിലാക്കിയത്, നീ വിളിച്ചായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, മാറി കാണുമായിരിക്കും, ആസിഫ് വിളിച്ചായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഉരുളുക. അന്നേരം അമ്മ പറയുന്നുണ്ട്, എടാ
നീ എൻ്റെ മുന്നിൽ കിടന്ന് ഉരുളണ്ട. എന്നോട് കള്ളത്തരം പറയുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. തട്ടിക്കയറുകയോ കുരുത്തക്കേട് കാണിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെയും ക്ഷമിക്കും. അതുകൊണ്ട് സത്യം പറ, നീയും ആ പെൺകുട്ടിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, എന്തെങ്കിലും നിൻ്റെ മനസ്സിലുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നതെയും പെട്ടെന്ന് ചുമ വരുവാണേ. അന്നേരം അവിടെ വെള്ളമില്ല. അന്നേരം വെള്ളം എടുക്കാൻ വേണ്ടി നെവിൻ്റെ അമ്മ പോയ സമയത്താണ് കറക്റ്റ് ആ ഫോണിലേക്ക് ജയപാലൻ വിളിക്കുന്നത്. വിളിച്ച് നെവിനാണ് എടുത്തത് എന്നറിയുമ്പം എന്തിയടാ ജയ എന്തിയടാ എന്ന് ചോദിക്കും. അന്നേരം അമ്മ അപ്പുറത്തുണ്ടെന്ന് പറയും. അന്നേരം കാവേരിയുടെ കാര്യമൊക്കെ പറയുവാണ്. അവിടെ ഹോം സ്റ്റേ തുടങ്ങി എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. അന്നേരമാണ് നെവിനും ഇതറിയുന്നത്. നെവിന് ആകപ്പാടെ ഒരു വിഷമാവുമേ. അന്നേരം അവിടുത്തെ ജോലി അവളിപ്പം ജോലിക്ക് ഇപ്പോൾ അവൾ വരുന്നുണ്ടോ അതോ അതും കളഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഇല്ല വരുന്നുണ്ട് എന്ന് പറയും. അങ്ങനെ രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്നത് അത്ര ശരിയല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ചെറിയൊരു കുശുമ്പ്, ചെറിയ രീതിയിലൊരു പാര വയ്ക്കും. എന്നിട്ട് നീ ഏതായാലും ഭക്ഷണം കഴിക്കാമെന്നല്ലേ പറഞ്ഞത്, കഴിച്ചു കഴിഞ്ഞെങ്കിൽ ഫോണൊന്ന് അവളുടെ കൊണ്ട് കൊടുക്ക്, നെവിൻ്റെ അമ്മയുടെ കൊണ്ട് കൊടുക്കാൻ പറയും. അന്നേരം അമ്മ തലവേദനയായതുകൊണ്ട് കിടന്നു. ആര് വിളിച്ചാലും ഫോൺ കൊടുക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്താൽ ഭയങ്കര തലവേദനയാണെന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ജയബാലൻ ഫോൺ വയ്ക്കുവേ. ജയബാലൻ ഫോൺ വെച്ച് കഴിയുമ്പോഴാണ് അങ്ങോട്ടേക്ക് അമ്മ വെള്ളമായിട്ട് വരുന്നത്. ആരാടാ ഫോൺ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ ജയബാലങ്കിളാണ്. കൈ തട്ടി കോള് വന്നതാണ് എന്ന് പറഞ്ഞ് കട്ട് ചെയ്തു എന്ന് പറയും. അന്നേരം എന്നോട് പിണക്കുമല്ലേ, എനിക്കും നല്ല വാശിയുണ്ട്, ഇങ്ങോട്ട് വിളിക്കാതെ ഞാൻ അങ്ങോട്ട് വിളിക്കുകയില്ല, അത് ഞാൻ തീരുമാനിച്ച കാര്യമാണെന്ന് ഏതായാലും അമ്മ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നവിനോട് ചോദിക്കും നീ ഇപ്പോൾ ഓക്കെ ആയോ, നിൻ്റെ ചുമയൊക്കെ മാറിയോ എന്ന് ചോദിക്കും. മാറി എന്ന് പറയുമ്പം എന്നാൽ ഞാൻ ചോദിച്ചതിൻ്റെ മറുപടി താ എന്ന് പറയുവാണ്. എന്നിട്ട് നെവിൻ പറയുന്നുണ്ട് അമ്മ എനിക്ക് ഇച്ചിരി സമയം താ, എനിക്ക് കുറച്ച് കാര്യങ്ങളോട് ഒന്ന് അറിയാനുണ്ട്, എന്നിട്ട് ഞാൻ അതിന് കറക്റ്റ് മറുപടി പറയാമെന്ന് പറഞ്ഞ് ഇരിക്കുന്ന വിനീതിനെ കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗംഗയാണ്. ഗംഗ രാവിലെ അടുക്കളയിൽ വന്നിട്ട് കാപ്പിക്ക് എന്താമേ എന്ന് ചോദിക്കുമ്പോൾ ഇഡ്ഡലിയും സാമ്പാറുമാണ് എന്ന് പറയും. ഇഡ്ഡലിയും സാമ്പാറും മാത്രം പോരാ, അതിൻ്റെ കൂടെ ഒരു ചമ്മന്തിയും വടയും കൂടി സെറ്റ് ചെയ്യാവോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അതിന് ഉഴുന്ന് വെള്ളത്തിലൊന്നും ഇട്ടിട്ടില്ലായിരുന്നു എന്ന് പറയും. അന്നേരം ഗംഗ പറയുന്നുണ്ട് ഉഴുന്ന് ഞാൻ ഇട്ടായിരുന്നു, നമുക്കത് വടയാക്കി ഒന്ന് സെറ്റാക്കിയാലോ എന്ന് ചോദിച്ചിങ്ങനെ രണ്ടുപേരോടെ സംസാരിച്ച് നിൽക്കുമ്പോഴേക്കും അവരുടെ ഗസ്റ്റ് അടുക്കളയിലേക്ക് വരുന്നുണ്ട്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്.